സാധാരണ ഉണക്കമുന്തിരി കിട്ടിയാൽ കുറച്ച് നേരമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലാക്ക് ഉണക്കമുന്തിരി കുറച്ച് ഹാർഡായതുകൊണ്ട് കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും, അത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കും. പക്ഷേ ഈ മുന്തിരി ഒന്ന് അച്ചാറാക്കിയാലോ, ഒന്നാമത് ഇത് ഭയങ്കര സോഫ്റ്റ് ആവും, രണ്ടാമത്തെ കാര്യം ഇതിൽ എരിവും പുളിയും ഒക്കെ ചേർന്ന് ആ ഉണക്കമുന്തിരിയുടെ മധുരമൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു തവണ നമ്മൾ കഴിച്ച് നോക്കിയാൽ പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടേയിരിക്കും, അത്രയും ടേസ്റ്റാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ എങ്ങനെ സോഫ്റ്റ് ആക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഉണക്കമുന്തിരി, ഹാർഡായിട്ടുള്ള ഉണക്കമുന്തിരിയെ എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇത് ബോളായിട്ട് വരും. നമുക്കറിയാമല്ലോ, പായസമൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ മറ്റേ ഉണക്കമുന്തിരി ഇടുമ്പോൾ ആ മുന്തിരി ഇതുപോലെ ബോൾസായി വരില്ലേ, അതുപോലെ ഈ മുന്തിരിയും ഒന്ന് ബോൾസായി വരണം. നന്നായിട്ടൊന്ന് ബോൾ ആയി വരുമ്പോൾ നമുക്കിത് പിന്നെ തണുക്കാൻ വെക്കണം. അപ്പം അതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് ബോളായി വരണം. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ. ഇത് പൊട്ടിപ്പോരുത്, എല്ലാം ഒന്ന് വീർത്ത് വരുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ലെണ്ണ എടുക്കണം. അച്ചാർ നല്ലെണ്ണ തന്നെ ഉണ്ടാക്കുകയാണ് എപ്പോഴും ടേസ്റ്റ്. മെയിനായിട്ട് ഈ മുന്തിരി സോഫ്റ്റും കൂടെ ആയിക്കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക, കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി സാധാരണ നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ല മണവും ഫ്ലേവറും ഒക്കെയാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അച്ചാറിനുള്ള പ്രത്യേകത നമ്മുടെ പുളി ഇഞ്ചിയുടെയൊക്കെ ഒരു ചെറിയ ഫ്ലേവർ കൂടെ ഈ ഒരു അച്ചാറിൽ കിട്ടുന്നുണ്ട്, ഉണക്കമുന്തിരി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ചേർക്കേണ്ട കുറച്ച് ഉലുവയും പിന്നെ ചുവന്ന മുളക് നിറയെ ചേർത്തിട്ടുണ്ട്, നിറയെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ആ ചൂടായ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കുറച്ച് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പുളിയുടെ ടേസ്റ്റും എരിവും പച്ചമുളകും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ഫ്ലേവറാണ്. കുറച്ച് കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല സോഫ്റ്റാണ് ഈ ഉണക്കമുന്തിരി. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണക്കമുന്തിരിയിലോട്ട് ഈ മസാലയൊക്കെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിൽ ചേർക്കേണ്ട മെയിൻ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ശർക്കര. ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയുടെ ആ ഒരു മധുരവും എരിവും ഉണക്കമുന്തിരിയുടെ ടേസ്റ്റും ഒക്കെ കൂടി ചേർന്നിട്ട് ഇനി ഇതൊന്ന് കുറുകി വരണം. പുളി ഇഞ്ചിയുടെ ഒരു ടേസ്റ്റൊക്കെ ഇതിന് ഫീൽ ചെയ്യും. പിന്നെ ഉണക്കമുന്തിരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു രസമുള്ള മധുരമാണ് ഇതിന്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ മുന്തിരി. ഇപ്പോൾ ഇതിനി ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. കുറുകുന്നത് നന്നായി തന്നെ കുറുകിക്കോട്ടെ, കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഉണക്കമുന്തിരി അച്ചാർ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെയും വെറുതെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി ഉണക്കമുന്തിരി കഴിക്കുന്നില്ല എന്നൊരു പരാതി വരില്ല ഒരിക്കലും. ഇങ്ങനെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണക്കമുന്തിരി എന്തായാലും കഴിച്ചു പോകും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല രസമുള്ള കളറാണ്, ശരിക്കും ഇഞ്ചിപ്പുള്ളിയുടെ ഒക്കെ കളർ തന്നെയാണ് ഈ ഒരു അച്ചാറിനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.